ഡ്രൈവർ ഇല്ലാത്ത കാർ വന്നാൽ ഡോക്ടർമാർക്ക് ജോലി പോകുമോ? അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വന്നാൽ നല്ല റീച്ച് ഉണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് തംബ്നെയിൽ കൊടുത്തത്. പക്ഷെ നമുക്കിതൊന്ന് അനലൈസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റീല്, പുള്ളി US ട്രിപ്പിന് പോയതായിരുന്നു. പുള്ളി ഒരു ടാക്സി കയറിയിട്ട് അവിടെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന ഒരു ഡ്രൈവർലെസ് കാറിലാണ്. വീഡിയോ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ US അതേപോലെ യൂറോപ്പിലൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു ഡ്രൈവർ ഇല്ലാത്ത കാർ വന്നാൽ ഫസ്റ്റ് ലെവലിൽ ആർക്കൊക്കെ ആയിരിക്കും ജോലി നഷ്ടപ്പെടുക? സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്ന ഒരു ഉത്തരം എന്നുള്ളത് ഡ്രൈവർമാർക്ക് ജോലി നഷ്ടപ്പെടും. പിന്നെ ഡ്രൈവിംഗ് സ്കൂൾസ് നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ട്രാഫിക് പോലീസിനൊക്കെ ജോലി നഷ്ടപ്പെടും എന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 95% ഓഫ് ദ ആക്സിഡൻസ് ആർ കോസ്ഡ് ബൈ ഹ്യൂമൻ എറേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയാലോ അല്ലെങ്കിൽ ഒരു ലൈൻ തെറ്റിച്ചാലോ അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതിരിക്കുമ്പോഴാണ് ഒരു 95% ആക്സിഡൻസും സംഭവിക്കുന്നത്. അതുവഴി ആളുകൾക്ക് ജീവനും അല്ലെങ്കിൽ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുന്നത്. ഈ 95% ആക്സിഡൻസ് എന്നുള്ളത് ഡ്രൈവർലെസ് കാറുകൾ നമ്മുടെ നിരത്തുകളിൽ വ്യാപകമായി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ ട്രോമ കെയറിന് അത് ബാധിക്കൂലേ? കാരണം ട്രോമ കെയറിൽ ഇത്രത്തോളം സ്റ്റാഫിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം റോഡ് ആക്സിഡൻസ് എന്നുള്ളത് വളരെ കുറഞ്ഞു വരും, അല്ലേ? അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് അപകടങ്ങൾ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു റിസ്ക് അസസ്മെൻറ്റ് സ്ട്രാറ്റജി, ഇൻഷുറൻസ് കമ്പനികളുടെ റിസ്ക് അസസ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ മോഡൽസിൽ മാറ്റം വരും. നമ്മൾ അടക്കുന്ന ഇൻഷുറൻസ് പ്രീമിയംസ് എന്നുള്ളത് വളരെ കുറയാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഡോക്ടർമാരെ എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. അതായത് ഇൻ ജനറൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ ഒരു ഡ്രൈവർലെസ് കാർ വരുമ്പോൾ ഡ്രൈവർമാരെ മാത്രമല്ല മറ്റനേകം ഇൻഡസ്ട്രികളെ അത് ബാധിക്കും. ഈവൻ അത് എഞ്ചിനീയറിങ്ങിൽ നമ്മൾ വാഹനങ്ങൾക്കുള്ള കേടുപാടുകൾ കുറയും, അവിടെയുള്ള എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യങ്ങൾ ആക്ച്വലി കുറഞ്ഞു വരും. ഇത് നമ്മൾ അതർ സൈഡ് ആലോചിക്കുമ്പോൾ നമ്മുടെ ഒരു നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് അത് ലിവറും അതേപോലെ തന്നെ ഹാർട്ടും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നത്, ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് പ്രോബബിളി ഒരു ആക്സിഡൻറ്റിലൂടെ ബ്രെയിൻ ഡെത്ത് ആയ ആളുകളുടേതാണ്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളും കുറയും ആക്സിഡൻറ്റ് കുറയുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു സൈഡിൽ മെഡിക്കൽ സൈഡിൽ ട്രോമ കെയർ കുറയുമ്പോൾ ഡയാലിസിസ് പോലുള്ള കാര്യങ്ങൾ കൂടുതൽ വേണ്ടി വരും. കാരണം കൂടുതൽ ആളുകൾ ഇത്തരം അസിസ്റ്റീവായിട്ടുള്ള ടെക്നോളജീസും മറ്റ് മെഷേഴ്സും കൂടുതൽ കാലം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു AI കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് അല്ല പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളൊരു ഡ്രൈവർലെസ് കാർ വരുമ്പോൾ ഡ്രൈവർമാരെ മാത്രം ബാധിക്കുന്നതല്ല, നേരെ മറിച്ച് ഈവൻ ഡോക്ടേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. എന്നതുപോലെ തന്നെ ഓരോ പ്രൊഫഷനിലും അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം, എങ്ങനെ നമ്മുടെ കരിയേഴ്സിനെ ഫ്യൂച്ചർ പ്രൂഫ് ആക്കാം എന്നുള്ളതാണ്. ഏതാണ് ഏറ്റവും സ്കോപ്പുള്ള കരിയർ എന്ന് ചോദിക്കുന്നിടത്ത് ഇന്ന് വലിയ അർത്ഥമൊന്നുമില്ല. ഏതൊരു ഫീൽഡിലും AI കടന്നു വരും എന്നുള്ളത് ഷുവറാണ്. അത് ഡോക്ടേഴ്സ് ആവട്ടെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ മുമ്പ് എൻ്റെ വീഡിയോസിൽ പറയാറുള്ളത് പോലെ റേഡിയോളജിയിലും പാത്തോളജിയിലൊക്കെ ഈസിലി AI കടന്നു വരും. അതേപോലെ തന്നെ ഇങ്ങനത്തെ എമർജൻസി കെയറിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ കോഡിംഗ് എന്നുള്ളത് ഈസിലി റീപ്ലേസബിൾ ആയിട്ടുള്ള സ്കില്ലായി ഓൾറെഡി മാറിക്കഴിഞ്ഞു. അപ്പോൾ ക്ലോഡ് പോലുള്ള പ്ലാറ്റ്ഫോംസ് നല്ല അടിപൊളിയായിട്ട് ക്ലോഡും കോപൈലറ്റും ChatGPT ഒക്കെ കോഡ് ചെയ്യുന്നുണ്ട്. ലോയറാണെങ്കിൽ വലിയൊരു റിസർച്ച് നടത്തുക എന്നുള്ളത് ഇന്ന് ChatGPT ഏറ്റെടുക്കുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ എല്ലാ ഫീൽഡിലും അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റുകൾ വരും എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ കരിയേഴ്സിനെ ഫ്യൂച്ചർ പ്രൂഫ് ആക്കാൻ പലപ്പോഴും വരുന്നൊരു ഡിബേറ്റ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് കോളേജ് വേണോ സ്കില്ല് വേണോ എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ കരിയേഴ്സിനെ ഫ്യൂച്ചർ പ്രൂഫ് ആക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നല്ല കോളേജിൽ പോയി പഠിക്കണം. ഏതെങ്കിലും കോളേജിൽ പോയിട്ട് കാര്യമില്ല. ഏതെങ്കിലും കോളേജും സ്കില്ലും എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്കില്ലായിരിക്കും ചൂസ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്കൊരു ബെസ്റ്റ് കോളേജിൽ പോകാൻ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ പോകണം എന്നുള്ളതാണ് ഞാൻ പറയുക. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നോളജീസിലോട്ടുള്ള ഇന്നോവേഷൻസിലോട്ടുള്ള ഫ്യൂച്ചർ ടെക്കിലോട്ടുള്ള ആക്സസ് അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഏറ്റവും ബെസ്റ്റ് കോളേജസിലായിരിക്കും. അത് ഈവൻ മെഡിസിൻ ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, ലോ ആവട്ടെ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഏറ്റവും നന്നായി ചിന്തിക്കുന്ന പ്രൊഫസേഴ്സ് ഉള്ള അത്തരത്തിലുള്ള ടെക്നോളജികൾ അവൈലബിൾ ആയിട്ടുള്ള നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബുകളുള്ള കോളേജുകളിൽ നിങ്ങൾ പോയി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ വീഡിയോസിലൂടെ പറഞ്ഞു വരുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, നിങ്ങൾ എന്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് പോയി പഠിക്കുക എന്നുള്ളത്. ആ ബെസ്റ്റ് സ്ഥലത്ത് പോയി പഠിക്കുക എന്നുള്ളതിന് കൂടുതൽ പ്രസക്തി ഏറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ IITസും NITസും ലക്ഷ്യം വെക്കുക, മെഡിസിൻ ആണെങ്കിൽ എയിംസും ജിപ്മറും ലക്ഷ്യം വെക്കുക, അതേപോലെ തന്നെ ലോ ആണെങ്കിൽ നാൽസറും നുവാൽസിലൊക്കെ പോയി പഠിക്കുക, IIMസിൽ പോയി പഠിക്കുക. എന്തിനാന്ന് വെച്ചാൽ ഒന്ന്, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നൊരു എക്സ്പോഷർ, വ്യത്യസ്തങ്ങളായിട്ടുള്ള തോട്ട് പ്രോസസ്സുള്ള ആളുകളുമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ, അതിനുള്ള സാധ്യതകളൊക്കെ നമുക്ക് ഒരുപാട് തുറന്നു കിട്ടും എന്നുള്ളതാണ്. രണ്ട്, ഇത്തരം പുതിയ ടെക്നോളജീസ് ഒക്കെ ഇത്തരം സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ വരിക എന്നുള്ളത്. മൂന്ന്, പലപ്പോഴും ഇതിലുള്ള സ്കിൽസ് പലപ്പോഴും വളരെ റീപ്ലേസബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയുമെങ്കിൽ ഇന്ന് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. പക്ഷേ പ്രോംപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആരോടെ പറയാറുള്ളത്? ChatGPTയോടെ പറയാറുള്ളത്. പലതും നമുക്ക്
ChatGPT വെച്ച് തന്നെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല സ്കിൽസും, പല ചെറിയ ചെറിയ സ്കിൽസും, ഇപ്പോൾ കോഡിങ് പോലത്തെ സ്കിൽസൊക്കെ നമുക്ക് ഈസിലി റീപ്ലേസബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ആക്ച്വൽ കമ്പ്യൂട്ടർ സയൻസ്, നമ്മൾ ഡീപ്ലി സ്കിൽഡ് ആയിട്ടുള്ള, ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള സ്കിൽസ് നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്ഥലങ്ങളിൽ പോകണം. ഇപ്പോൾ മെഡിസിനിലാണ് എന്നുണ്ടെങ്കിൽ ഒരു AI-യുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡോക്ടറായിട്ട് നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു നല്ല സർജനായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ AI പോലത്തെ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനീയർ ആയിട്ട്, അത്തരത്തിലൊരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആയിട്ട് നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്ഥലത്ത് പോയേ പറ്റുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം പറയാനുള്ളത്, നിങ്ങൾ നല്ല സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏതൊരു നല്ല കോളേജിലും വലിയ എൻട്രി ബാരിയർ ഉണ്ട്. നിങ്ങളുടെ ബോർഡ് എക്സാംസിലെ മാർക്ക് മാത്രം വെച്ചോ, +2 മാർക്കിൻ്റെ എക്സാം മാർക്ക് മാത്രം വെച്ചിട്ടോ, +2 എക്സാമിൻ്റെ മാർക്ക് മാത്രം വെച്ചിട്ടോ ഇന്ന് ഒരു നല്ല കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ JEE ഉണ്ട്, മെഡിസിൻ ആണെങ്കിൽ NEET ഉണ്ട്, ലോ ആണെങ്കിൽ ക്ലാറ്റും ക്ലീ പോലത്തെ എക്സാംസ് ഉണ്ട്, മാനേജ്മെൻറ്റ് ആണെങ്കിൽ IPMAT ഉണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണം. അതിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്കൂൾസ് നമ്മുടെ കുട്ടികളെ റെഡി ആക്കുന്നില്ല. അപ്പോൾ നമ്മുടെ XNY ആണെങ്കിൽ 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ആ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ ഈ നെക്സ്റ്റ് ലെവൽ കോളേജസിലെത്താൻ, അവരെ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിലെത്തിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ 3000-ലധികം വിദ്യാർത്ഥികൾ XNY ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് നമ്മൾ ഉപകാരപ്പെടുത്തുക. ഇന്ന് അതിനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. XNY ലേണിങ്ങിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി മാറാൻ സാധിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വീഡിയോകൾ, നിങ്ങളുടെ കമൻറ്റുകൾ താഴെ ഇടാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.